എന്റെ അഭിപ്രായത്തില് കൺമഷി കല്യാണം കൈക്കൊള്ളും മെച്ചൂരിറ്റി ആയിട്ടില്ല. അല്ല, എന്നായാലും ഒരു കല്യാണം വേണ്ടതല്ലേ? അതിന് എന്നായാലും നമ്മളൊക്കെ മരിക്കും. എന്നിട്ട് ഇപ്പഴേ മുക്കി പഞ്ഞു വെക്കണോ? മിണ്ടായിട്ട് പൊക്കി അവിടുന്ന്. നിർത്ത്. ഈ കാര്യം നമ്മൾ മാത്രം ചർച്ചതുണ്ടായില്ല. കൺമഷി എന്താ പറയുന്നേ? അതെ, ഇങ്ങനെ തുറച്ചു നോക്കിട്ട് കാര്യമില്ല. സംഗതി കല്യാണ കുട്ടിക്കളിയല്ല. ഏതായാലും വരുന്ന പയ്യനെ ഞാനൊന്ന് കാണട്ടെ. കണ്ടിട്ട് ഇഷ്ടപ്പെടുമോ നോക്കട്ടെ. ഇഷ്ടപ്പെട്ട പയ്യനെ ഇഷ്ടപ്പെട്ട കൺമഷി നമ്മളെ തരിച്ചാക്കി പോവില്ലേ? കൺമഷി, ഒരു കാര്യം ഓർമ്മ വേണം. നീ ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ഒരാളാ. അതെ, നിന്റെ കാര്യങ്ങളെ തീരുമാനിക്കാനുള്ള അധികാരം അവകാശം ഞങ്ങൾക്കുണ്ട്. അയ്യോ മണ്ടൂസുകളെ, മണ്ടൂസുകളെ, നിങ്ങളുടെ ഒക്കെ ഇഷ്ടം നോക്കാതെ ഞാനൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിർത്തേ, അധികം തുള്ളണ്ട. പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറിപ്പോന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാ പെണ്ണുങ്ങളുടെയും കൂട്ടത്തിലൊന്നും എന്നെ പെടുത്തണ്ട. കൺമഷി ഒരു തടവ സൊന്ന അത് 100 തടവ സൊന്ന മാതിരി. കൺമഷി, നീ എനിക്കൊരു വാക്ക് തരുവോ? എന്താ ചിന്നു? എന്റെ കല്യാണം കഴിട്ട് നീ കല്യാണം കഴിക്കാവോ? പാത്തിന്റെ കമരെല്ലാം ഇറക്കി വീടാ. അല്ല, പൊള്ളാച്ചിലെ പച്ചക്കറി ചന്ത മൊത്തം ഇങ്ങ് എത്തിയോ? അയ്യോ, ഇത് ചന്തയൊന്നും കടയിൽ നിന്നും വാങ്ങിച്ചല്ല, മുരുകണ്ണന്റെ ഫോമിൽ നിന്ന് കൊണ്ടുവന്നതാ. മുരുകണ്ണൻ നിനക്കൊന്നും ഓ, തന്നിട്ടില്ലേ? എല്ലാം തന്നിട്ടുണ്ട്, തരാൻ. എല്ലാം നശിപ്പിച്ചു. ഈ വാനരന്മാർക്ക് കുരുത്തക്കേട് കാട്ടാനായിട്ട് സർക്കാരിന്റെ വക അവധി 2 മാസം. ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അല്ല, പരമല്ല. മാറി നിൽക്കും വരുമോ? കുട്ടികളെ എങ്ങനെ വേണം? എന്തൊരു ബഹുമാനം. குழந்தை எங்கன்னா கொஞ்சம் குறும்பு கொஞ்சம் விளையாட்டெல்லாம் இருக்குதா சகஜம். வாங்கோ. அம்மா கண்மஷிங்க உள்ள இருக்கு. இத பாரு, அவளுக்காக நான் பூ வாங்கிட்டு இருக்கேன். അതെ, അധികം നീട്ടി വലിച്ച് എഴുതണ്ട. ചെക്കൻ ഇഷ്ടപ്പെട്ടു. കൺമഷി, ഫാത്തിമ, ഇരിക്കെ. ഈ മുല്ലപ്പൂ കൂടെ വെച്ചാ നല്ല ഐശ്വര്യായി. കൺമഷി, ചെക്കനും കൂട്ടരും വന്നാ ഒന്നേ. ചെറുക്കാൻ പോരട്ടോ, എന്റെ പകുതി ഗ്ലാമർ പോലും ഇല്ല. അയ്യോ, ആണോ? അയ്യോ. അപ്പൊ മോള് പാടുമല്ലേ? പാടുമെന്നോ? നല്ല അസലായിട്ട് പാടും. നല്ല ജ്ഞാനം. കോളേജിൽ ചേർന്ന് 2 മാസം കഴിഞ്ഞപ്പോ പഠിപ്പിക്കുന്ന വാദ്യാർക്ക് ശ്രുതിയും സ്വരസ്ഥാനവും ഇല്ലെന്ന് അവള് കണ്ടുപിടിച്ചു. അതോടുകൂടി പഠിപ്പ് നിർത്തി. പിന്നെ അവള് കുറച്ചുനാൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിച്ച കഥ പറഞ്ഞാലേ. അല്ല, ഈ പയ്യന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ BPL-ന്റെ ഏരിയ മാനേജറായി കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നു. എവിടെ? പാട്ടി, ഈ TV ഇല്ലേ, TV അന്ത കമ്പനിയിലെ. വിളിച്ചാല് പാർവതി, കൺമഷി. അല്ല, ആരെ വിളിക്കാൻ? കൺമഷിയോ? കൺമഷി. ഓ, അത് സേതുലക്ഷ്മിയുടെ ചെല്ലപ്പേരാ. ഇവിടെ എല്ലാരും അവളെ അങ്ങനെ വിളിക്കാം. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പേര്? എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? അതെ, അവള് കുഞ്ഞായിരിക്കുമ്പോ ഒരേ ഒരു കാര്യത്തിന് അവള് വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ളൂ. ഒരപ്പാലിന് വേണ്ടിയിട്ടല്ല, കണ്ണെഴുതാൻ. നന്നായി വാലിട്ട് കണ്ണെഴുതിയാൽ അവൾക്ക് തൃപ്തിയായി. കൺമഷി എന്നുള്ള വിളി കേൾക്കുമ്പോ പൊട്ടിച്ചിരിക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. അവക്ക് ആ വിളി ഇഷ്ടപ്പെട്ടപ്പോ ഞങ്ങള് മാറ്റാൻ പോയില്ല. അങ്ങനെ അവള് കൺമഷിയായി. കൺമഷി, മനസ്സ് മാറരുതേ. കൺമഷി, പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അല്ല, ചെറുക്കനും പെണ്ണിനും തനിച്ചെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ? അതേതായാലും നന്നായി. ഇവക്കെ പയ്യനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളല്ലേ. എന്താ എന്നോട് ചോദിക്കാനുള്ളത്? മടിക്കണ്ട, എന്തു എന്നോട് പറയാം, ചോദിക്കാം.
കമോൺ. കൺമഷി ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതെ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. കൺമഷിക്ക് പ്രേമമില്ല, ഒരു തേങ്ങയില്ല, മനസ്സിലായോ? ആരാ നിങ്ങളൊക്കെ? പേടിക്കണ്ട, ഞങ്ങളെല്ലാം കൺമഷിയുടെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എന്താ മനസ്സിലായില്ലേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ചങ്ങാതിമാർ എന്ന് പറയും. ഓഹോ, അപ്പൊ ചുവപ്പ് മലയാളത്തിലോ? സഖാക്കൾ. അതൊക്കെ പോട്ടെ, മാസം എന്ത് തടയും? എന്ത്? അല്ല, ശമ്പളവും കമ്മീഷനും അടിച്ചു മാറ്റിലും എല്ലാം കൂടെ എത്ര കിട്ടും? നിങ്ങളുടെ കൺമഷിയെ പട്ടിണിക്കിടാതെ നോക്കാനുള്ളത് കിട്ടുമെന്ന് കൂട്ടിക്കോ. അങ്ങനെ കൺമഷിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളും നോക്കാൻ കഴിയണം. നിങ്ങളുടെയോ? എന്താ ഇത്, പെണ്ണും കുട്ടികളും അടക്കമുള്ള ഒരു പാക്കേജ് സ്കീമോ? അപ്പോൾ കൺമഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണത്തിന് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല, വെയിറ്റ് ചെയ്യാം. അധികം നാളൊന്നും വേണ്ട, ഒരു 15 കൊല്ലം മതി. 15 കൊല്ലോ? എന്താ 20 ആക്കണോ? അല്ല, ഒരു 60 ആയിക്കോട്ടെ. എന്നാ പിന്നെ നേരിട്ട് അങ്ങ് കുഴിയിലോട്ട് എടുക്കാമല്ലോ. ഹലോ, എന്തിനാ ഇങ്ങനെ ഹീ 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 എന്ന് പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാ ചിരിക്കല്ലാതെ എന്താ ചെയ്യാ, അല്ലേ കൺമഷി? കൺമഷി, എന്താ ഇതൊക്കെ? ഇവര് പറഞ്ഞത് നേരാ. എനിക്ക് ശരിക്കും കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ആവുമ്പോ ഞാൻ ചേട്ടനെ അറിയിക്കാം. ഇപ്പൊ പോയിക്കോ. ഇപ്പൊ നിനക്ക് കൺമഷിയെ കെട്ടിച്ചെന്നാലേ കുരങ്ങന്റെ ഈ പൂമാല കിട്ടിയോലായി പോവളുടെ ജീവിതം. എന്താ നോക്കുന്നേ? Boost is the secret of my energy. അതല്ല അന്തക്കാലം. ഇപ്പൊ അത് വല്ലതും പറഞ്ഞു വല്ല കാര്യമുണ്ടോ? അല്ല, ഇത്ര വേഗം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇതുകൂടെ ബാക്കിയുണ്ട്. മേലാൽ ഇത്തരം കേസ് കെട്ടുകളും കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. വാച്ചാ പോവാം. നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, മോളെ ഭ്രാന്തിന് ചികിത്സിക്കാനുള്ള ഏർപ്പാട് നോക്ക്. കൺമഷിയും ചാന്തും പൊട്ടും കണ്ടപ്പോഴേ തോന്നിയ ഒരു വട്ട് ഫാമിലിയാണെന്ന്. ഡേയ്, ആർക്കാടാ വട്ട്? നിനക്കും നിന്റെ ഫാമിലിക്കോ വട്ട്? പോതല്ലേ? നല്ലതൊരു സണ്ടയാ. വിടടാ എന്നെ. ഹലോ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? 15 വർഷം.